അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാരെല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടിയിരിക്കുന്നതായി തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടിയിരിക്കാൻ ഒരു കാരണമുണ്ട്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ സ്നാപകയോഹന്നാൻ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. മരുഭൂമിയിൽ അവന്റെ വഴിയൊരുക്കുവിനെന്ന് വിളിച്ചു പറഞ്ഞിട്ട്, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുമെന്ന്. യേശു കർത്താവ് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട്, 3.5 വർഷക്കാലം പരസ്യ ജീവിതം നയിച്ചിട്ട്, അപ്പസ്തോലന്മാർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട്, പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ തീയുടെ ഒരു സ്നാനം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. യേശു അവരെ പഠിപ്പിക്കുക ചെയ്തത്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അതിനുവേണ്ടിയാണ് അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞത്. ഇതൊരു ന്യായവിധിയുടെ തീയെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക്, മാളിക മുറിയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇറങ്ങുന്നത്. ബൈബിൾ അതിനെ ഇങ്ങനെയാ പറയുന്നത്, അഗ്നിശലാകുകൾ പോലെ, അഗ്നിനാവുകൾ പോലെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ഒരു തീയുടെ അനുഭവം, കാരണം തീയാലുള്ള ഒരു സ്നാനം വെളിപ്പെടുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ മേലേക്ക് തീ ഇറങ്ങുന്ന ഒരു അനുഭവം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവർ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഭാഷ മാറുന്നു, അവിടെ ദർശനം മാറുന്നു, അവിടെ ജീവിതം മാറുന്നു, അവിടെ ശുശ്രൂഷ മാറുന്നു, അവിടെ പ്രവർത്തനങ്ങൾ മാറുന്നു, അവിടെ പ്രവർത്തികൾ മാറുന്നു, അവരുടെ ഭയം മാറുന്നു, അവർ ധീരതയുള്ളവരായി തീരുന്നു, അവിടെ മേലേക്ക് ശക്തി പകരുന്നു, അവരുടെ അകത്തേക്ക് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നു. അവർ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ 18 ഭാഷക്കാർ തങ്ങളുടെ ഭാഷയിൽ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇവർ സംസാരിച്ച ഇവരുടെ ഗലീലിയക്കാരായിരിക്കുന്ന ഇവരുടെ ഭാഷ അവരുടെ സ്വന്തം മാതൃഭാഷയായി മനസ്സിലാക്കിക്കുന്ന തരത്തിലേക്ക് ദൈവം മാറ്റുന്നുവെങ്കിൽ, ഇന്നുവരെയും കാണാത്തതും ഇന്നുവരെയും കേൾക്കാത്തതും ഇന്നുവരെയും അറിയാത്ത ഒരു ആത്മീയ തലത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള ഒരു സ്നാനം നമ്മൾ ഏൽക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ബലമുള്ളവരായി തീരും, നിങ്ങൾ ആത്മനിർവോടുകൂടെ കടന്നു പോകാൻ ദൈവം ഇടയാക്കും. പത്രോസിന്റെ പ്രസംഗത്തിൽ അന്ന് 3000 പേർ കർത്താവിനെ അറിഞ്ഞ് അനുഭവിച്ച് കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാൻ ഇടയായെങ്കിൽ, പ്രിയമുള്ളവരെ, ആത്മസ്നാനത്തിലേക്ക് കടന്നു വരുന്ന ആത്മസ്നാനം അനുഭവിച്ചവൻ പറയുന്ന വചനം നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊള്ളുവാൻ, ഹൃദയത്തിന്റെ അകത്ത് നമ്മുടെ പാപഭംഗുലമായിരിക്കുന്ന അവസ്ഥകളെ എന്നേക്കുമായി വിടുവിച്ചു കളയാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ഇടവരും. പ്രിയമുള്ളവരെ, പത്രോസ് പ്രസംഗിച്ചപ്പോൾ പത്രോസിന്റെ വാക്ക് കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ചോദിക്കുന്നു, ഇനി ഞങ്ങൾ എന്തു ചെയ്യണമെന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവകൃപയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ ആത്മസാന്നിധ്യത്തെ പകരുവാൻ ഇന്നിടയാകണം.
ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിനോട് കൂടെ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കണം. ഹൃദയവും മനസ്സും തുറന്ന അപ്പസ്തോലന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആത്മപകർച്ചയിലേക്ക് കടന്നു വന്നെങ്കിൽ, അവർ കർത്താവിന് വേണ്ടി തന്റെ ജീവനെ ഉരിഞ്ഞു വെച്ചെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഉരിഞ്ഞു വെക്കാൻ കർത്താവ് ഇന്ന് നമ്മെ അവിടുന്ന് ശക്തിപ്പെടുത്തും. അവന്റെ കൃപയാൽ നമ്മളെ നിറയ്ക്കും. കർത്താവിന്റെ അഭിഷേകത്താൽ കർത്താവ് നമ്മെ നയിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.